കേറ്റിക്കിസം എനിക്കും അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു. ഇയാള് നിങ്ങളെ നാണം കെട്ടിയത് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണ്. അതേ ചേട്ടായി, ഇയാൾക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ല. ഇയാൾക്ക് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും അവൾ പറയട്ടെ. ഒരു കൂടപ്പിറപ്പിനോട് ചെയ്യാൻ പറ്റുന്നതാണോടാ ഞാൻ നിന്നോടും റീതാമ്മയോടൊക്കെ ചെയ്തത്. ഇതൊക്കെ കേൾക്കാൻ തന്നെയാണടാ ഞാൻ. ചേട്ടായി ക്ഷമിക്കണം. അവളുടെ സങ്കടത്തിൽ പറഞ്ഞുവാണ്, ഒന്നും കാര്യമാക്കണ്ട. ഇല്ലടാ ആലോചി, ഇതെല്ലാം നീ പറയേണ്ടതായിരുന്നു. പക്ഷെ നീ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇനിയും എന്നോട് പറയില്ല. നീ എന്നെ ചേട്ടനായി കരുതി, ഞാനോ ഒരന്യനായി പോലും ഞാൻ നിന്നെ കരുതിയില്ല. അതുകൊണ്ട് ഈ അവസ്ഥയിൽ തന്നെ നിന്നെ വന്നൊന്ന് കാണണമെന്ന് ഞാൻ നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ചേട്ടായി വേണ്ട, എന്നോട് ക്ഷമ പറയണം. എടി റീത്താമ്പോ, നീ എഴുന്നേക്ക്. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ എന്റെ കൈ വിട്ടുപോയി. ഇന്ന് ക്രിസ്മസ് അല്ലേ, നീ ഇത്തിരി ചായ എടുക്ക് ചേട്ടായിക്ക് കൊടുക്കാൻ. അല്ല, ചേട്ടായി എന്താ ഈ വേഷത്തില്? ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് കാലം എനിക്ക് തന്നത് ഇതാടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടായി, ഒന്ന് തെളിച്ചു പറയാം. അതേടാ, ഞാൻ എന്നും സ്വാർത്ഥനായിരുന്നു. നിന്നെ പോലും ഞാൻ തിരിഞ്ഞു നോക്കി. പണം, അതായിരുന്നു ഞാൻ കണ്ട ജീവിതം. പക്ഷേ ഒരു നിമിഷം മതി ഒന്നും ഇല്ലാതാകാൻ എന്ന് മനസ്സിലാക്കാനേ ഞാൻ താമസിച്ചുള്ളൂ. ചേട്ടത്തി മക്കളൊക്കെ എവിടെ? അലോച്ച, ഞാൻ ഒത്തിരി സമ്പാദിച്ച് ഇട്ടുമൂടാനത്രയുള്ള പണമായി. പിന്നെ പണത്തോടുള്ള ആർത്തി മൂത്തപ്പോ എനിക്കറിയാത്ത ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി. അതോടെ കാലിലിറങ്ങി തുടങ്ങി. പണമെല്ലാം എങ്ങനെയൊക്കെ ചോർന്നു തുടങ്ങി. പണമുള്ളപ്പോൾ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു, ഒത്തിരി ബന്ധുക്കളുണ്ടായിരുന്നു. അവരാരും പിന്നെ തിരിഞ്ഞു നോക്കാതായി എന്നെ വിട്ടുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അവരെടുത്തു. അവസാനം നിന്നിൽ നിന്ന് ഞാൻ തട്ടിയെടുത്ത നമ്മുടെ അപ്പച്ചൻ്റെ സ്വത്തും നഷ്ടമാക്കി. ഞാനതൊന്നും അറിയാമ്മയുടെ പേരിലാണ് എഴുതി വെച്ചത്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ കയറി കിടക്കാൻ ഒരു വീടെങ്കിലും ഉണ്ടെന്നായിരുന്നു എൻ്റെ ആശ്വാസം. എന്നാൽ അവൾ എന്നെ ആ വീട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കി. ഇറങ്ങിപ്പോടൂ ഈ വീട്ടിൽ നിന്ന് എന്ന മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ചവൾ പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാടാലോച്ച. പിന്നെ ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ചേട്ടായി ഇനി ഒരിടത്തും പോകണ്ട. ചേട്ടായിക്ക് ഇനി ഇവിടെ നിൽക്കാം. എനിക്കൊരു തയ്യൽ മെഷീൻ ഉണ്ടേ, ആ തയ്യലൊക്കെ കിട്ടി അതുകൊണ്ട് നമുക്ക് 3 പേർക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയാം. ഇല്ലടാ ആലോചി, എനിക്ക് പോണം, പോയേ പറ്റൂ. നിന്നെയും റീത്താമ്മയെയും കാണാനാണ് ഞാൻ വന്നത്. തിരികെ പോണം.
ചേട്ടായി ചേട്ടായി എനിക്കൊരു ഭാരമല്ല. ആദ്യം പോയി ഒന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറുക. പുറത്തെ മറവേലിയുണ്ട്, അതിലുള്ളിൽ വെള്ളം ഉണ്ടാവും. പോയി കുളിച്ചു വാ, ഉച്ച ആകുന്നു, ഭക്ഷണം കഴിക്കാം. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാടാ. നിങ്ങളുടെ ചേട്ടായി എന്ത് ചായ? അറിയത്താമോ, ചേട്ടായി കുളിക്കാൻ പോയി. നീ ചായ അവിടെ വെക്ക്. പിന്നെ ഇന്നലെ ജോസൂട്ടി കൊണ്ടുവന്ന ആ ഉടുപ്പില്ലേ, അതിങ്ങോട്ട് എടുത്തോണ്ട് വാ. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ക്രിസ്തുമസ് ആയിട്ട് ഈ പഴയ ഉടുപ്പിട്ട് ഇരിക്കാനായിട്ട്? നിങ്ങളുടെ പഴയ ഉടുപ്പ് ഏതെങ്കിലും എടുത്ത് കൊടുക്കും. എല്ലാം ഞാൻ കഴുകി ഉണക്കി അലമാരയിൽ വെച്ചിട്ടുണ്ട്. ഇല്ലടി, വേണ്ട. എന്റെ ചേട്ടായി അല്ലേടി, നീ അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ. ഇങ്ങേരുടെ ഒരു കാര്യം, ഇനി അതിന്റെ പേരിൽ ഒരു അടി കൂടി എനിക്ക് വേണ്ട. ക്ഷമിക്കടാ, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ എന്തെങ്കിലും പറയും, എന്തെങ്കിലും ചെയ്തല്ലേ, അത് കുഴപ്പമില്ല, അങ്ങോട്ട് മറന്നു കളാ. എന്റെ പൊന്നല്ലേ. ഓ, വയസ്സാം കാലത്ത് ഒരു റൊമാൻറ്റിക്കുമായിട്ട് വന്നേക്കുന്നു. ഒന്ന് പോ മനുഷ്യ. ആര് പറഞ്ഞു വയസ്സായെന്ന്? നമ്മളിപ്പോഴും മധുരപ്പതിനേഴല്ലേ? ചേട്ടായി കുളി കഴിഞ്ഞ് വന്നോ? ആ ചേട്ടായി, ആ ഷർട്ട് അങ്ങനെ മാറ്റിയിട്ട് ഈ ഷർട്ട് ഇട്ടോളൂ. ഇതാ, ഇന്നങ്ങോട്ട് പിടിക്ക്. എടാ, ഇത് പുതിയ ഷർട്ടാണല്ലോ. നിന്റെ പഴയ ഏതെങ്കിലും ഒരു ഷർട്ട് മതി. അത് ശരി, ക്രിസ്മസ് ആയിട്ട് എന്റെ ചേട്ടായി പഴയ ഷർട്ട് ഇടാനോ? വലിയ കാര്യമായി പോയി. ക്രിസ്മസ് അല്ലേ, എന്റെ ചേട്ടായി പുതിയ ഷർട്ട് തന്നെ ഇട്ടാ മതി, കേട്ടല്ലോ. ജനം കൊണ്ട് ഞാൻ നിന്റെ ചേട്ടനായിരിക്കാം, പക്ഷെ കർമ്മം കൊണ്ട് നീയല്ലേടാ എന്റെ ചേട്ടൻ. എന്റെ ചേട്ടായി അല്ലേ, കരയല്ലേ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ ചേട്ടായിക്ക് ഇഷ്ടമായോ? ഈ ഇറച്ചിക്കറി കഴിച്ചപ്പോ ഞാനങ്ങ് പഴയ കാലത്തേക്കൊന്നു പോയി. റീത്താമ വെച്ച ഇറച്ചിക്കറിയും നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കിയ തരം ഇറച്ചിക്കറിയും ഒരേ സ്വാദം. നമ്മുടെ അമ്മച്ചിയുടെ കൈപ്പുണ്യം കിട്ടിയത് റീത്താമ്മക്കാണ്. ചേട്ടായി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണേട്ടാ. ഇല്ല റീത്താമ്മേ, നീ എൻ്റെ അനിയത്തിയല്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം മതി. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിച്ചു എന്ന് കരുതാം. ചേട്ടായി ഇനി ഒരിടത്തേക്കും പോകണ്ട. ചേട്ടായിക്ക് ഇനി ഇവിടെ നിൽക്കാം, ആരും ചോദിക്കാൻ വരില്ല. ഇതെന്റെ വീടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടായി ഇനി ഇവിടെ നിന്നാ മതി. ഇല്ലടാ, ഞാൻ പോവുകയാണ്. നമ്മുടെ ആന്റണി അച്ഛൻ്റെ ഒരു ആശ്രമമുണ്ട്. എന്നെ പോലെ ഒത്തിരി പേരുണ്ട് അവിടെ. ഇനിയല്ല എൻ്റെ ജീവിതം അവിടെയാണ്. ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ആന്റണി അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു എൻ്റെ അവസ്ഥയൊക്കെ. നമ്മുടെ അമ്മയുടെ ആങ്ങളെ കൂടിയല്ലേ, എല്ലാം അച്ഛനറിയാം. എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണം. പിന്നെ വളരെയേറെ സന്തോഷമായി. ഒത്തിരി നാളായി നല്ലൊരു ക്രിസ്മസ് ആഘോഷിച്ചിട്ട്. ഇന്ന് അതിനുള്ള അവസരം ദൈവം തന്നു.
നിങ്ങൾ രണ്ടുപേരും നന്നായി എനിക്ക് ആ ദിവസം എന്റെ സ്വന്തം എന്റെ അനിയത്തിയിൽ നിന്ന് ഈ ഒരൊറ്റ ഓർമ്മ മതി എനിക്ക്. ഞാൻ ഇറങ്ങുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നീ എന്നെ വന്നൊന്ന് കാണണേ. വേറെ ആരും ഇല്ല വരാനും കാണാനും. നീയെങ്കിലും വേണം റീത്ത. നീയും വരണേ അലോച്ചൻ്റെ കൂടെ. ചേട്ടായി, എന്തിനാ ഇങ്ങനെ? ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഞാൻ തള്ളിക്കളഞ്ഞ സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹം. അതൊക്കെ അറിയാൻ ഇത്രയും വർഷം വേണ്ടി വന്നല്ലോ കർത്താവേ. ഇച്ചായ, ദേ ഒന്ന് നോക്കിയേ. ഒരമ്മയും കുഞ്ഞും കുറെ നേരമായി അവിടെ ഇരിക്കുന്നു. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, എന്താ അവിടെ ഇരിക്കുന്നതെന്നിങ്ങനെ. അതിനെന്തിനാ റീത്താമ്മ എന്നോട് ചോദിക്കണത്? നീ അങ്ങോട്ട് പോയി ചോദിക്ക്, അവരെന്താ അവിടെ ഇരിക്കുന്നത്? ഇന്ന് ക്രിസ്മസ് അല്ലേ? അതേ, എന്താ അവിടെ ഇരിക്കുന്നേ? ഇങ്ങോട്ട് വാ. സ്നേഹമുള്ളിടത്തോളം കാലം അതിഥികൾ വന്നുകൊണ്ടേയിരിക്കും. ആ ക്രിസ്മസ് ദിനത്തിൽ അതിഥിയായി വന്ന ആ അമ്മയും കുഞ്ഞും ആരായിരുന്നു? കാത്തിരുന്ന് കേൾക്കാം 6-ാം ഭാഗം.